ഹലോ ഫ്രണ്ട്സ്, എയ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം വിമോജ്. ഓക്കെ, നമ്മൾ ഇന്ന് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ സെഷൻ നോക്കുകയാണ്. നമ്മൾ കുറച്ച് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഇപ്പോൾ നോക്കുന്ന സമയത്ത് വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻറ്റ്, കമ്പനി ബോർഡ് LGS, അടുത്തത് LDBFK ഇതൊക്കെ വരുന്നുണ്ടല്ലോ അല്ലേ. അപ്പോൾ അതിന് ഉപകാരപ്പെടുന്ന രീതിയിലുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കല്ലേ, സെറ്റല്ലേ? അപ്പോൾ നന്നായി പഠിക്കേണ്ടെന്ന് കരുതുന്നു. നന്നായി പഠിക്കുക. 2027 വർഷം നമ്മുടെ ആയിരിക്കണം, അത് മിസ്സാവരുത്. ഓക്കെ, അപ്പോൾ നമുക്ക് തുടങ്ങാം. ഇവിടെ നോക്കണം, നമ്പർ അനോളജി ആയിട്ട് ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ. ഇത്രയുള്ള 18:9. 18-ന് 9 എന്ന് എഴുതാമെങ്കിൽ 16-ന് എങ്ങനെ എഴുതാമെന്ന് ചോദിച്ചിരിക്കണം. അവിടെ നമ്പർ അനോളജിയാണ്. നോക്കുന്ന സമയത്ത് നമുക്ക് 18-ന് 9 എന്ന് എഴുതാമെങ്കിൽ 16-ന് എങ്ങനെ എഴുതാമെന്ന ചോദ്യം. നോക്കുന്ന സമയത്ത് ഏതൊരു കുട്ടിക്കും തോന്നുന്ന ഒരു മനസ്സിൽ തോന്നൽ എന്താണെന്ന് ചോദിച്ചാൽ, 18-ന്റെ പകുതിയല്ലേ സാറേ 9, അങ്ങനെയാണെങ്കിൽ 16-ന്റെ പകുതി എടുത്താൽ പോരേന്ന് തോന്നും. അപ്പോൾ നമുക്ക് 16-ന്റെ പകുതി എടുക്കുമ്പോൾ എത്രയാണ് വരിക? 8 വരും. പക്ഷെ ഓപ്ഷനിൽ ഉണ്ടാ? ഇല്ല. അതിനർത്ഥം ആ പാറ്റേണേ അല്ല. നിങ്ങളിപ്പോൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ വീഡിയോ ഒന്ന് പോസ് ചെയ്തിട്ട് ഇതൊന്ന് ചെയ്ത് നോക്കണം. എന്തെങ്കിലും രീതിക്ക് ലിങ്ക് പറ്റുന്നുണ്ടോ നോക്കുക. പറ്റുന്നില്ലെങ്കിൽ ബാക്കി വീഡിയോ കൂടി കണ്ടിന്യൂ ചെയ്യണം. അപ്പോൾ ഒന്ന് നോക്കുക, ഇതിൻ്റെ ആൻസർ നമുക്ക് നോക്കാം. നോക്കണം, 18-ന് ഏതൊക്കെ രീതിയിൽ 9 എഴുതാം? പല രീതിക്ക് നോക്കാം. ഇപ്പോൾ ചിലരുടെ മനസ്സിൽ തോന്നും, സാർ അങ്ങനെയാണെങ്കിൽ 1 8 കൂടി കൂട്ടിയാൽ 9 വരില്ലേ? 1 8 കൂടി കൂട്ടിയാൽ 9 വരില്ലേ? അപ്പോൾ അങ്ങനെ എഴുതിക്കൂടെ? അങ്ങനെയാണെങ്കിൽ 1 6 കൂടി കൂട്ടിയാൽ 7 വരും. പക്ഷെ അതുമില്ല ഓപ്ഷനിൽ. അപ്പോൾ അങ്ങനെയൊന്നല്ല ലിങ്ക്. ഇത്രയോടാ. ഇങ്ങനൊരു ബുദ്ധിമുട്ടുള്ള സ്റ്റേജ് വരുന്ന സമയത്ത് നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യം, നിങ്ങൾ സ്ക്വയറും ക്യൂബും ആലോചിക്കുക. അപ്പോൾ ഏറ്റവും കൂടുതൽ PSC ഈ സ്ക്വയറും ക്യൂബുമായി ബന്ധപ്പെട്ട വല്ല രീതിയിലുള്ള ചോദ്യങ്ങളോ ബന്ധപ്പെടുത്തിയുള്ള കാര്യങ്ങളായിരിക്കും ചോദിക്കുന്നുണ്ടാവുക. ഇവിടെ 18-ന്റെ സ്ക്വയർ എത്രയാ? 18-ന്റെ സ്ക്വയർ നമുക്ക് നോക്കുന്ന സമയത്ത് 18-ന്റെ സ്ക്വയർ എന്ന് പറയുന്ന സമയത്ത് 324 വരും. ഇവിടെ ഈ 324-നെ ഏതെങ്കിലും രീതിക്ക് എന്തെങ്കിലും ചെയ്ത് 9 ആക്കാൻ പറ്റുമോ നോക്ക്. പറ്റില്ലേ? ഈ 324 അക്കങ്ങളൊന്ന് കൂട്ടി നോക്ക്. 3 4 2 6 6 3 9 ഒന്നും നോക്കാനില്ല. അങ്ങനെയാണ് ഇത് 9 ആക്കിയത്. അങ്ങനെയാണെങ്കിൽ ഇതേപോലെ തന്നെ ക്യൂബ് ഇട്ടും നോക്കാം കേട്ടോ. ഇവിടെ നോക്കുന്ന സമയത്ത് സ്ക്വയർ ആയിരിക്കും. ഇത്രയും വലിയ സംഖ്യ തരുന്നുണ്ടെങ്കിൽ സ്ക്വയർ വെച്ചിട്ടായിരിക്കും. അങ്ങനെയാണെങ്കിൽ 16 സ്ക്വയർ എത്രയാണ് മക്കളെ? പറഞ്ഞോ, എത്ര? ഒന്നും നോക്കാനില്ല, 256. ഞാൻ അതിൽ അക്കങ്ങളൊന്ന് ആഡ് ചെയ്ത് നോക്കി. എനിക്കെല്ലാം കൂടി കൂട്ടിയപ്പോൾ 13 കിട്ടി. ഓപ്ഷനിലുണ്ടാന്ന് നോക്കി, ഒന്നും നോക്കാനില്ല. ഓപ്ഷൻ B 13. ഒരേ ആൻസർ. ഷാർപ്പൊളി അല്ലേ? നോക്കടാ, നമ്മൾ ഇതൊന്നും ചിലപ്പോൾ ചിന്തിക്കണം എന്നല്ലേ. അപ്പോൾ നേരെ ചിന്തിക്കുക, മനസ്സിലാക്കുക. സ്ക്വയറും ക്യൂബും എപ്പോഴും നന്നായി 20 വരെയുള്ള സ്ക്വയറും മാക്സിമം പോയ ഒരു 15 വരെയുള്ള ക്യൂബെങ്കിലും പഠിക്കാൻ ശ്രമിക്കും. 20-ന് മേലെ 25 ആയാലും കുഴപ്പമില്ല സ്ക്വയർ പഠിക്കുന്നത്. പക്ഷെ മിനിമം 20 വരെയുള്ള സ്ക്വയറും 10 വരെയുള്ള ക്യൂബെങ്കിലും പഠിക്കുക. പറ്റിയാൽ 15 വരെയുള്ള ക്യൂബെങ്കിലും പഠിച്ചു വെച്ചിരിക്കുക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓപ്ഷൻ B 13 കേട്ടോ. നല്ലൊരു ചോദ്യം. ഇതൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ആകെ വക്കുകളുടെ നീളം 36 സെൻറ്റിമീറ്റർ ആയ സമചതുരക്കട്ടയുടെ വ്യാപ്തം എത്ര? വ്യാപ്തം എത്ര? വ്യാപ്തമാണ് ചോദിച്ചിരിക്കുന്നത്. സമചതുരക്കട്ട എന്തായിരിക്കണം ഉദ്ദേശിക്കേണ്ടവ? ഇത്രയുള്ള സമചതുര കട്ട എന്ന് പറയുമ്പോൾ എല്ലാ വശവും തുല്യമായതാണ് സമചതുരം. അപ്പോൾ സമചതുര കട്ട എന്ന് പറയുമ്പോൾ ക്യൂബ് ഇതാണ് സമചതുര കട്ട. ഇതിൽ അറിയേണ്ട കാര്യം, നമ്മൾ ബേസിക് അറിയേണ്ട കാര്യം, ഒരു സമചതുര കട്ടയ്ക്ക് എത്ര വശങ്ങളുണ്ടാകും? ഒരു സമചതുര കട്ടയ്ക്ക് എത്ര വശങ്ങളുണ്ടാവും എന്നെല്ലാം അറിഞ്ഞു വെച്ചിരിക്കണം അല്ലേ. എത്ര മുഖങ്ങളുണ്ടാവും? ഇവിടെ നോക്കണ, ഒരു സമചതുരക്കട്ടയ്ക്ക് എത്ര മുഖങ്ങളുണ്ടാവും ചോദിച്ചാൽ 1 2 3 4 5 6. അപ്പോൾ 6 മുഖങ്ങളുണ്ടാവും. മുഖങ്ങൾ അല്ലേ. അതേപോലെ തന്നെ ഈ സമചതുരക്കട്ടയ്ക്ക് എത്ര മൂലകളുണ്ടാവും? എത്ര മൂലകളുണ്ടാവും? ഇവിടെ ആ മുഖങ്ങൾ 6, മൂലകൾ എന്ന് പറയുമ്പോൾ ഈ ഇതാണ് മൂലകൾ എന്ന് പറയാം. ഈ മുക്ക് ഈ കാണുന്നില്ലേ, ഇതെത്ര ഉണ്ടാവും ചോദിച്ചാൽ 8. അടുത്തത്, ഒരു സമചതുരക്കട്ടയ്ക്ക് എത്ര വശങ്ങൾ? വശങ്ങൾ എന്ന് പറഞ്ഞാൽ വക്കുകൾ തന്നെ. നമ്മുടെ വക്കുകൾ എത്ര ഉണ്ടാവും? വക്കുകൾ എത്ര ഉണ്ടാവും? ഈ കാണുന്ന ഈ വരെയാണ് വക്കുകൾ. നോക്കുകയാണെങ്കിൽ നമുക്കിവിടെ 12 ഉണ്ടാവും. മുകളിൽ 4, താഴെ 4, ഇവിടെയും ഉണ്ട് അല്ലേ. അവിടെ നോക്കുന്ന സമയത്ത് ഇവിടെ 2 അവിടെ 2 ആകുമ്പോൾ മൊത്തം 12 ഉണ്ടാവും.
അപ്പോൾ അവിടെ 12 വക്കുകൾ. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഈ വക്കുകൾ ഇവിടെ നീളം മൊത്തം ഈ വക്കുകളെല്ലാം കൂടി കൂട്ടിക്കഴിഞ്ഞാൽ 12 വക്കുകൾ കൂടി കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് 36 സെൻറ്റിമീറ്റർ വരുന്നതാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മളോട് എന്താ ചോദിച്ചിരിക്കുന്നത്? വ്യാപ്തം കാണണം. ക്യൂബിൻ്റെ വ്യാപ്തം കാണാനുള്ള ഫോർമുല എന്താ? എ ക്യൂബ്. എ ക്യൂബ് എന്ന് പറഞ്ഞാൽ വ്യാപ്തം കാണണമെങ്കിൽ എ വേണ്ടേ? അപ്പോൾ എ കാണാൻ ഇവിടെ നോക്കണം. എ എന്ന് പറഞ്ഞാൽ ഈ വശം എന്നാണ് അർത്ഥം, ഒരു വക്ക്. അങ്ങനെയാണെങ്കിൽ ഈ എ കണ്ടുപിടിക്കാൻ എത്ര വക്കുണ്ടെന്നാണ് പറഞ്ഞേക്കണേ? 12 വക്കുകൾ. അപ്പോൾ ഒരു വക്കിൻ്റെ നീളം അറിയാൻ 36നെ 12 കൊണ്ട് ഹരിച്ചാൽ പോരെ. കാരണം 12 എ ആയിരിക്കില്ലേ 36 എങ്കിൽ എ കാണാൻ 36 ഡിവൈഡ് ബൈ 12 വെട്ടിച്ചുരുക്കി എനിക്ക് കിട്ടി 3 അല്ലേ? എടാ നമുക്കൊരു വശം കിട്ടി. ഇനി വ്യാപ്തം കണ്ടൂടെ? വ്യാപ്തം നോക്കടാ, വശം 3 ആണെങ്കിൽ വ്യാപ്തം എ ക്യൂബ് 3 ക്യൂബ് ഒന്നും നോക്കാനില്ല. എൻ്റെ ആൻസർ 27. സിമ്പിൾ. എടാ എക്സാമിന് പോകുമ്പോൾ എല്ലാ ജാമിതി രൂപങ്ങൾക്ക് നമുക്ക് ഇക്വേഷൻ അല്ലെങ്കിൽ വേറെ ഒരു വഴിയില്ല. അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, നമുക്ക് എക്സാമിന് പോകുന്ന സമയത്ത് ആ ഓരോ ഷേപ്പ് നിങ്ങളുടെ മനസ്സിലുണ്ടാകുന്നത് നമ്മുടെ ജാമിതി രൂപങ്ങളെ കുറിച്ച് 2Dയും 3D ആയിക്കോട്ടെ, അതിൽ മുഖങ്ങൾ, വക്കുകൾ, മൂലകൾ, എല്ലാ കാര്യങ്ങളും, ആ ഷേപ്പിൽ എത്ര വശങ്ങളുണ്ടാവും, വികരണങ്ങളുടെ എണ്ണം, അങ്ങനത്തെ ചോദ്യങ്ങളൊക്കെ വരാറുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് പ്രത്യേകം നോക്കിയിട്ട് പോകാം കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കയറാം. ദ ആൻസർ 27 കേട്ടോ. അടുത്തത് സൂപ്പർ അടിപൊളി. ഇത് സൂപ്പർ ക്വസ്റ്റ്യനാണ്, ശ്രദ്ധിക്കുക. ഇത് ശരിക്കും ചാപ്റ്റർ പ്രോബബിലിറ്റി, സാധ്യത. എന്താണ് പ്രോബബിലിറ്റി നോക്കടാ. ഒരാളോട് ഒരു 3 അക്ക സംഖ്യ പറയാൻ ആവശ്യപ്പെടുന്നു. അയാൾ പറയുന്ന സംഖ്യ ഒരു പൂർണ്ണ ഘനസംഖ്യയാകാനുള്ള സാധ്യത എത്രയാണ്? ആലോചിച്ചോക്കടാ. എടാ നമുക്കിപ്പോൾ ഊഹിക്കാന്നൊക്കെ പറയല്ലേ, ഇതൊക്കെ എത്രയുണ്ട് സാധ്യത എന്താണ് ഈ പ്രോബബിലിറ്റി? എടാ പ്രോബബിലിറ്റി പറഞ്ഞാൽ ഇത്രയുള്ള ഫേവറബിൾ വാല്യൂ ഡിവൈഡഡ് ബൈ ടോട്ടൽ വാല്യൂ. പ്രോബബിലിറ്റി പറഞ്ഞാൽ സാധ്യത. അത് മലയാളത്തിൽ പറയണമെങ്കിൽ സാധ്യത ഈക്വൽ ടു ഫേവറബിൾ വാല്യൂ എന്ന് പറയുമ്പോൾ അനുകൂല ഫലങ്ങളുടെ എണ്ണം ഡിവൈഡഡ് ബൈ ആകെ ഫലങ്ങളുടെ എണ്ണം. ഇവിടെ അനുകൂല ഫലങ്ങളുടെ എണ്ണം എന്ന് ചോദിച്ചാൽ അവരെന്താ ചോദിച്ചിരിക്കുന്നത്? ഒരാളോട് ഒരു 3 അക്ക സംഖ്യ പറയാൻ പറഞ്ഞു. ഇവിടെ നമ്മളോട് ഒരു 3 അക്ക സംഖ്യ പറയാൻ പറഞ്ഞാൽ നമ്മൾ 3 അക്ക സംഖ്യ സ്റ്റാർട്ട് ചെയ്യുന്നത് എവിടെ നിന്നായിരിക്കടാ? നിങ്ങൾ ചിന്തിച്ചു നോക്ക്. 3 അക്ക സംഖ്യ സ്റ്റാർട്ട് ചെയ്യുന്നത് എവിടെ നിന്നാണ്? 99 വരെ ഇരട്ട സംഖ്യകളായിരിക്കും, അല്ലെ 2 അക്ക സംഖ്യകളായിരിക്കും. അങ്ങനെ 3 അക്ക സംഖ്യ സ്റ്റാർട്ട് ചെയ്യുന്നത് എവിടെ നിന്നാണ്? 100 മുതലായിരിക്കില്ലേ? അപ്പോൾ 3 അക്ക സംഖ്യ സ്റ്റാർട്ട് ചെയ്യുന്നത് 100 മുതൽ ഏത് വരെ ഇരിക്കടാ? പറഞ്ഞു നോക്ക്, 999 വരെ ആയിരിക്കും. അപ്പം എത്ര 3 അക്ക സംഖ്യ ഉണ്ടെന്ന് അറിയണ്ടേ? അതറിയാൻ ഈ 999 100 കുറയ്ക്കുക. എനിക്ക് 899 കിട്ടി. 3 അക്ക 899 ആണോ? തോന്നും. ഓപ്ഷനിലുണ്ട്. നേരെ ശ്രദ്ധിച്ച് നോക്ക്. അവിടെ ശ്രദ്ധിക്കണം. 999 100 കുറച്ച കിട്ടുന്ന 899 100 ഇല്ല. കാരണം 100 വരെയുള്ള സംഖ്യകൾ കുറച്ച് കഴിഞ്ഞു, 100ഉം അതിൽ പോയി കഴിഞ്ഞു. അപ്പം 100 കൂടി ഉൾപ്പെടുത്തണ്ടേ? 899 + 1 എത്ര എണ്ണം ഉണ്ടെന്ന് വെച്ചാൽ ഒരു സംശയവും വേണ്ട, പറഞ്ഞേക്ക് 900 എണ്ണം. 3 അക്ക സംഖ്യകൾ എത്രടാ? 900 എണ്ണം. മനസ്സിലായില്ലേ? ഇപ്പം നമുക്ക് 2 അക്ക സംഖ്യകൾ ചോദിച്ചു. അപ്പോൾ 2 അക്ക സംഖ്യ ചോദിക്കുന്നത്, 2 അക്ക സംഖ്യ സ്റ്റാർട്ട് ചെയ്യുന്നത് എപ്പോഴായിരിക്കും? 10 തുടങ്ങി 99 വരെ. ഇതിൽ എത്ര എണ്ണം ചോദിച്ചാൽ ഇതേ മെത്തേഡ് 99 10 കുറയ്ക്കി 89 + 1 90. കാരണം എന്തുകൊണ്ടാണ് +1 ചെയ്യണേ? കാരണം 10 പേരുള്ള സംഖ്യകൾ കുറച്ചു. അപ്പോൾ നമുക്ക് ഒന്നും കൂടി ആഡ് ചെയ്തു 90 കിട്ടും കേട്ടോ. അപ്പോൾ ആകെ ഫലങ്ങളുടെ എണ്ണം എന്ന് പറയുമ്പോൾ നമുക്ക് ടോട്ടൽ എത്ര അറിയുന്നോ അത്രയും 3 അക്ക സംഖ്യകളെ എടുത്തു 900 കേട്ടോ. അപ്പോൾ അത് ഇരിക്കട്ടെ. ഇനി അടുത്ത സ്റ്റെപ്പ് ഇവർ പറഞ്ഞിരിക്കണ പോയിന്റ് എന്താണ്?
ആവശ്യപ്പെടുന്നു. അയാൾ പറയുന്ന ഒരു സംഖ്യ ഒരു പൂർണ്ണവർഗ ഘനസംഖ്യ സത്യം പൂർണ്ണ ഘനസംഖ്യ. എന്താ പൂർണ്ണ ഘനസംഖ്യ? ഘനം എന്ന് പറഞ്ഞാൽ ക്യൂബ്. ഘനം എന്ന് പറഞ്ഞാൽ ക്യൂബ്. അപ്പോൾ എത്ര ക്യൂബുകളുണ്ട്? വെറും ക്യൂബ് എടുത്താൽ പോരാ. ഈ പറയുന്ന മൂന്നക്ക സംഖ്യയിൽ ക്യൂബ് ആയിരിക്കണം, പക്ഷെ മൂന്നക്കും ആയിരിക്കണം. അപ്പോൾ അവിടെ ശ്രദ്ധിക്കണം, മൂന്നക്കായിരിക്കണം, ക്യൂബായിരിക്കണം. ഇപ്പോൾ 1ൻ്റെ ക്യൂബ് 1, 2ൻ്റെ ക്യൂബ് 8, 3ൻ്റെ ക്യൂബ് 27 ഇങ്ങനെ പോവാം. പക്ഷെ അത് മൂന്നക്ക സംഖ്യ ആവണമെങ്കിൽ അത് ഏതിൻ്റെ ക്യൂബാണ് സ്റ്റാർട്ട് ചെയ്യുക? 5ൻ്റെ ക്യൂബ് 125. ബിക്കോസ് 4ൻ്റെ ക്യൂബ് 64 വരെ വരുള്ളൂ. അപ്പോൾ 5ൻ്റെ ക്യൂബ് 125 ആണെങ്കിൽ 6ൻ്റെ ക്യൂബ് എത്രടാ? ഈ പറഞ്ഞോ 216. 7ൻ്റെ ക്യൂബ് 343. 8ൻ്റെ ക്യൂബ് 512. 9ൻ്റെ ക്യൂബ് ഒന്നും നോക്കാനില്ല 729. 10ൻ്റെ ക്യൂബ് 1000. അത് നമുക്ക് വേണ്ട, കാരണം അത് 4 അക്കമാണ്. അപ്പോൾ ഇവിടെ എത്ര മൂന്നക്കങ്ങളുള്ള ക്യൂബുകളുണ്ടാ? 1, 2, 3, 4, 5. പ്രോബബിലിറ്റി ഞാൻ ചെയ്യുന്നു. അനുകൂല ഫലങ്ങൾ വരാൻ സാധ്യതയുള്ളത് 5 ഉള്ളൂ. ഡിവൈഡഡ് ബൈ ആകെ ഫലങ്ങളുടെ എണ്ണം 900. ഒന്നും നോക്കാനില്ല അല്ലേ? ആകെ ഫലങ്ങളുടെ എണ്ണം 900. ദൈവം അനുഗ്രഹിച്ചിട്ട് നമുക്ക് ഇവിടെ വെട്ടിച്ചുരുക്കാനില്ല. വെട്ടിച്ചുരുക്കാണ്ടെങ്കിൽ ചുരുക്കണം. ഇവിടെ വെട്ടിച്ചുരുക്കേണ്ട ആവശ്യം വന്നില്ല, കാരണം ഓപ്ഷൻ 5/900 തന്നിട്ടുണ്ട്. അല്ലെങ്കിൽ വെട്ടണം. 5നെ ഈ 900-ൽ വെട്ടിച്ചുരുക്കണം. ഓപ്ഷനില്ലാത്തതുകൊണ്ട് നമുക്ക് ആൻസർ അത് തന്നെ എഴുതാം. 5/900 കിട്ടിയെന്ന് പ്രതീക്ഷിക്കണം. ഓക്കെ, അപ്പോൾ ഇത്രയുള്ളടാ. ഞാൻ ഒന്നുകൂടി പറയണേ. സാധ്യത എന്താണ്? സാധ്യത അനുകൂല ഫലങ്ങളുടെ എണ്ണം ഡിവൈഡഡ് ബൈ ആകെ ഫലങ്ങളുടെ എണ്ണം. അത് മനസ്സിൽ വെക്കുക. അങ്ങനെയാണെങ്കിൽ എൻ്റെ ചോദ്യം, ഞാൻ നിങ്ങൾക്ക് വേണ്ടി ചോദ്യം തരാണ്. കമൻറ്റ് ചെയ്യണം. നിങ്ങളുടെ കമൻറ്റും ലൈക്കൊക്കെ തന്നെയാണ് നമ്മുടെ ഒരു സപ്പോർട്ടും. ഓക്കെ, അപ്പോൾ ഒന്ന് കമൻറ്റ് ചെയ്യണം. ഇത്രയുള്ള ഒരാളോടൊരു 2 അക്ക സംഖ്യ പറയാൻ പറയുന്നു. ആ 2 അക്ക സംഖ്യയിൽ, അതായത് അയാൾ പറയുന്ന സംഖ്യയിൽ ഒരു പൂർണ്ണ വർഗസംഖ്യയാകാനുള്ള സാധ്യത എത്ര? ഒരാളോട് ഒരു 2 അക്ക സംഖ്യ പറയാൻ പറയുന്നു. അതൊരു പൂർണ്ണ വർഗസംഖ്യ ആവാനുള്ള സാധ്യത എത്ര? ഞാൻ തരുന്ന ചോദ്യമാണ്. ഒന്നും കൂടെ എഴുതിയെടുക്കുക. ഒരാളുടെ ഒരു 2 അക്ക സംഖ്യ പറയാൻ ആവശ്യപ്പെടുന്നു. അയാൾ പറയുന്ന ഒരു സംഖ്യ ഒരു പൂർണ്ണ വർഗസംഖ്യ ആവാനുള്ള സാധ്യത എത്ര? കമൻറ്റ് ചെയ്യണം. ഓക്കെ, സെറ്റ് അല്ലേ? ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കേട്ടോ. 6ൻ്റെ ആദ്യത്തെ 21 ഗുണിതങ്ങളുടെ ശരാശരി എത്ര? 6ൻ്റെ ആദ്യത്തെ 21 ഗുണിതങ്ങളുടെ ശരാശരി എത്ര? എടാ, ഏവറേജ് കാണാനുള്ള ഇക്വേഷൻ എന്താണ്? സം ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഐറ്റംസ്, എണ്ണം. തുക ഡിവൈഡഡ് ബൈ എണ്ണം അല്ലേ? അതവിടെ ഇരിക്കട്ടെ. ഇവിടുത്തെ പ്രത്യേകത എന്താ? 6ൻ്റെ ആദ്യത്തെ 21 ഗുണിതങ്ങൾ. 6ൻ്റെ ആദ്യത്തെ 21 ഗുണിതങ്ങൾ എല്ലാം അറിയാൻ വെച്ചാൽ നമുക്ക് പെട്ടെന്ന് എല്ലാം കൂടെ എഴുതി നോക്കി കാണാൻ പറ്റില്ല, കാരണം തുക കാണാന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ് അല്ലേ? അതിൻ്റെ ഗുണിതങ്ങൾ ഏതൊക്കെയാണ്? 6, 12, 18 എക്സെട്ര ഇങ്ങനെ പോയി. 21ാമത്തെ ഗുണിതം പക്ഷെ അത് കയ്യിലില്ല. ഇവിടെ ശ്രദ്ധിച്ചാൽ ഒരേ പൊതുവ്യത്യാസത്തിൽ പോകുന്ന ഒരു ശ്രേണി, പ്രത്യേകിച്ച് സമാന്തര ശ്രേണിയാണെങ്കിൽ അല്ലേ, നമുക്കൊരു ശ്രേണി ഒരേ പൊതുവ്യത്യാസത്തിൽ പോകുന്ന ശ്രേണിയാണെങ്കിൽ അതിൻ്റെ ശരാശരി കാണാൻ നമുക്ക് നോക്കുകയാണെങ്കിൽ ആദ്യ പദം പ്ലസ് അവസാന പദം ഫസ്റ്റ് ടേം ആൻഡ് പ്ലസ് ലാസ്റ്റ് ടേം ഡിവൈഡഡ് ബൈ 2 ചെയ്താൽ മതി. ഒരേ പൊതുവ്യത്യാസത്തിൽ പോകണം കേട്ടോ. അപ്പോൾ നമ്മൾ നോക്കുന്ന സമയത്ത് ഇവിടെ 21ാം പദം നമ്മുടെ കയ്യിലുണ്ടോ? ഇല്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ 6ൻ്റെ ഗുണിതങ്ങൾ 21ാം പദം കാണാൻ 6 × 21 ചെയ്യുക. 6 × 21 എത്ര വരും നോക്കടാ. നോക്കുന്ന സമയത്ത് 126 വരുന്നോളോ നോക്കാം. 1 × 6 6, 2 6 12, 126. ഓക്കെ, സെറ്റാണ്. 126. അപ്പോൾ 1ാം പദം 6 കിട്ടി, അവസാന പദം 126 കിട്ടി. നമുക്കിനി ചെയ്തൂടെ? ഇത്രയുള്ള ആദ്യ പദം 6 പ്ലസ് 126 ഡിവൈഡഡ് ബൈ 2. ഇത്രയുടെ ഒരേ പൊതുവ്യത്യാസം ഇരിക്കണം. ഇതിൻ്റെ വ്യത്യാസം 6ആണ്, ഇതിൻ്റെ വ്യത്യാസം 6ആണ്. ഇതുപോലെ പണം ഇവിടെ 5 ഇവിടെ 4 അങ്ങനെ വന്നിട്ട് പറ്റില്ല. പക്ഷെ ഗുണിതങ്ങൾ എന്ന് പറയുമ്പോൾ പൊതുവ്യത്യാസം തുല്യമായിരിക്കും. ഇവിടെ വേണം. അപ്പോൾ ഇതൊന്ന് കൂട്ടി നോക്കുന്നു. 132 ഡിവൈഡ് ബൈ 2 വെട്ടിച്ചുരുക്കൽ. എൻ്റെ ആൻസർ 66. ഒരേ സെറ്റ് ആൻസർ ഇല്ലേ? ഓപ്ഷൻ എ 66. കിട്ടിയില്ലേ? സെറ്റ്. ഓക്കെ, അത് മൈൻഡ് വെക്കുക. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കണം.
ഇത്രയോടെ ഒരേ പൊതുവ്യത്യാസത്തിൽ പോകുന്ന ഒരു ഒരു നമ്പർ സീരീസ്, അതായത് ഒരു നമ്പർ സീരീസിൻ്റെ ശരാശരി ചോദിച്ചാൽ ഇത്രയോടെ ആദ്യ പദം പ്ലസ് അവസാന പദം ഡിവൈഡ് ബൈ 2. ഇത് ഗുണിതങ്ങൾ പറയുമ്പോൾ അതൊരു നമ്പർ സീരീസ് പോകുന്നുണ്ട്, ഒരേ പൊതുവ്യത്യാസത്തിലാണ് പോണത്. അപ്പോൾ അതിൻ്റെ ശരാശരി കാണാൻ ആദ്യ പദം പ്ലസ് അവസാന പദം ഡിവൈഡ് ബൈ 2 ചെയ്യുക. ഇതല്ലാതെ വേറൊരു മെത്തേഡ് കൂടെ ഉണ്ട്, നമുക്ക് ലോജിക്കൽ ചിന്തിച്ചടിക്കാം. ഇപ്പം നോക്കണം, 1 2 3 4 5. എടാ ഈ സംഖ്യകളുടെ ശരാശരി ചോദിച്ചു. എടാ 5 പദങ്ങളുണ്ട്, 5 പദങ്ങളുടെ ശരാശരി ഒരേ പൊതുവ്യത്യാസമാണെങ്കിൽ അവന്മാരുടെ ശരാശരി നടുക്കുള്ളവനായിരിക്കില്ലേ? ഇതിൻ്റെ ശരാശരി ഇതെല്ലാം കൂടി കൂട്ടിയിട്ട് പോയി 5 ചെയ്ത് എണ്ണം ചെയ്ത് കഴിഞ്ഞാൽ 3 അല്ലേ കിട്ടുള്ളൂ. അപ്പം അതേപോലെ തന്നെ 5 10 15 20 25 30 35 ഇതിൻ്റെ ശരാശരി ചോദിച്ചാൽ ഞാൻ ഒന്നും ചെയ്യില്ല, എണ്ണം ഒറ്റയാണെങ്കിൽ നടുക്കുള്ളവനായിരിക്കും ഇതിൻ്റെ ശരാശരി, ഒന്നും നോക്കാനില്ല, ആ മെത്തേഡോടെ ഫോളോ ചെയ്യണം. ഈടാ ഇവിടെ 7 പദം ഉണ്ടെങ്കിൽ അതിൻ്റെ നടുക്കുള്ള സംഖ്യ എത്രാമത്തേന്ന് ചോദിച്ചാൽ ഒന്നും ചെയ്യാറില്ല, ഈ എണ്ണത്തിൻ്റെ കൂടെ ഒന്ന് കൂട്ടുക, അതിൻ്റെ പകുതി എടുക്കുക. എത്രയായിരിക്കും? 4 ആയിരിക്കും അതിൻ്റെ ശരാശരി, 4-മനായിരിക്കും അവരുടെ ശരാശരി. ഇനി ഒരു 11 അക്കങ്ങളുണ്ട്, അവൻ്റെ ശരാശരി എത്ര? അതേ ഒരേ പൊതുവ്യത്യാസം പോകുന്ന ശരാശരി എന്താ ചോദിച്ചു കഴിഞ്ഞാൽ അതിൽ എത്രാമത്തെ അക്കമായിരിക്കും അവരിൽ ശരാശരി ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ കൂടെ ഒന്ന് കൂട്ടുക, ശരാശരി എന്ന് പറയുന്നത് അതിൻ്റെ പകുതി എടുക്കുക, ഈ ഒന്ന് കൂട്ടി പകുതി എടുക്കുക, 6-മനായിരിക്കും അതിൻ്റെ ശരാശരി. ഇപ്പം ഞാൻ കേട്ടാ 13 പദങ്ങൾ, ഒരേ പൊതുവ്യത്യാസം പോകുന്ന 13 പദങ്ങൾ, അവിടെ ശരാശരി എത്രാമനായിരിക്കും എന്ന് ചോദിച്ചാൽ എന്താ ചെയ്യേണ്ടത്? 13 + 1 14, അതിൻ്റെ പകുതി എടുക്കുക, 7-മനായിരിക്കും. അങ്ങനെയാണെങ്കിൽ ആ ഐഡിയ ഉള്ളൊരു വ്യക്തിക്ക് 21 ഗുണിതങ്ങളുണ്ട്. 21ൻ്റെ കൂടെ ഒന്ന് കൂട്ടേ, എത്രയാണ്? 22, അതിൻ്റെ പകുതി എടുക്ക്, 11-മനായിരിക്കും. ഇവന്മാരുടെ ശരാശരി 11-മായിരിക്കും. അപ്പോൾ 6ൻ്റെ 11-മത്തെ ഗുണിതം നമുക്ക് നേരിട്ട് കണ്ടൂടെ? 6ൻ്റെ 11-മത്തെ ഗുണിതം 6 × 11, എൻ്റെ ആൻസർ 66. അടിച്ചു കഴിഞ്ഞു. ഇപ്പം ഞാൻ പറയട്ടാ, 9 പദങ്ങളുടെ ശരാശരി ചോദിച്ചു, ഒരേ പൊതുവ്യത്യാസം പോകുന്നത്, അതിൽ നടുക്കുള്ളവൻ ആരായിരിക്കും? ഇല്ലെങ്കിൽ ശരാശരി എത്രാമനായിരിക്കും? 9 + 1 10, അതിൻ്റെ പകുതി എടുക്കുക 5, 5-മനായിരിക്കും. അപ്പോൾ അതേ മെത്തേഡാണ് ഇവിടെ യൂസ് ചെയ്തത്. ഞാൻ നോക്കുമ്പോൾ 21ൻ്റെ കൂടെ ഒന്ന് കൂട്ടി, അതിൻ്റെ പകുതി എടുത്തു, 11-മനെ എടുത്തു, 11 × 6, കാരണം ഒരേ പൊതുവ്യത്യാസമാണെങ്കിൽ 6 11 × 6 എന്ന് പറയുന്നതും 6 കൂട്ടുന്നതും ഒരേപോലെ തന്നെ ആയിരിക്കും, 66 കിട്ടിയില്ലേ? ചോദ്യം ഇതാ, നിങ്ങൾക്കായി ഞാൻ ഒരു ചോദ്യം ചോദിക്കുന്നു. ഇവിടെ ഇതാ ഇത്രടാ, 7ൻ്റെ ആദ്യത്തെ 11 ഗുണിതങ്ങളുടെ ശരാശരി കാണുക. 7ൻ്റെ ആദ്യത്തെ 11 ഗുണിതങ്ങളുടെ ശരാശരി കാണുക. ഉത്തരം കമൻ്റ് ഇടണം കേട്ടോ. സൂപ്പറായി ചെയ്യുക, ഉഷാറായി പഠിക്കുക. ഓക്കെടാ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യണേ. നിങ്ങൾ നന്നായി പഠിക്കുക, വീഡിയോ റിപ്പീറ്റായി കാണുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇനിയും മേസിൽ ഒരുപാട് വീഡിയോസ് വരുന്നതായിരിക്കും. ദിവസവും നമുക്ക് ഓരോ ഫാക്കൽറ്റികളുടെയും വീഡിയോ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നന്നായി പഠിക്കുക, എക്സാം നമുക്ക് ക്രാക്ക് ചെയ്യണം. 2027 വർഷം നമ്മുടെ ആയിരിക്കണം. അപ്പോൾ ഓൾ ദി ബെസ്റ്റ് ഗൈസ്. അടുത്ത ക്ലാസ്സിൽ കാണാം കേട്ടോ. ബൈ.